നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് വാദപ്രതിവാദങ്ങള് കോടതിയിൽ അത് ഗംഭീരമായിട്ട് നടക്കുവാണ്. ഈ സമയത്ത് ആ പ്രോസിക്യൂട്ടർ കിരണിനെയും വേലുവിനെയും രതീഷിനെയും ഒക്കെ കയറ്റി നിർത്തി പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം വേലുവിനോടായിരുന്നു. വേലു കുറ്റം നിഷേധിച്ചു. കാരണം താൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേലുവിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം സമ്മതിച്ചാണല്ലോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഇപ്പോഴെന്താ നിങ്ങൾ മൊഴി മാറ്റി പറയണമെന്ന് ചോദിച്ചു. അത് പോലീസുകാർ തല്ലിക്കഴിഞ്ഞപ്പോഴാന്ന് പറഞ്ഞു. പിന്നീട് നേരെ കിരണിന്റെ നേർക്ക് തിരിഞ്ഞു. അങ്ങനെ വേലു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കിരണാണോ ചെയ്തേ? നിങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് അവനെ തീർത്തിരിക്കുന്നത്. ആ ഓഡിറ്റോറിയത്തിലേക്ക് അവൻ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച നിങ്ങൾ അവനെ തീർത്തിരിക്കുന്നത്. സത്യം പറ, നിങ്ങൾ ആരാ ചെയ്തതെന്ന്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വക്കീല് കിരണിനോട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കില്ലേ കിരണേ. കിരണിന് അയാളോട് ദേഷ്യം ഉണ്ടായിരുന്നില്ലേ? ഈ ഗംഗാപ്രസാദിനോട് ദേഷ്യം ഉണ്ടായിരുന്നു സാറേ. അപ്പൊ നൈസായിട്ടൊരു സമയം കിട്ടിക്കഴിഞ്ഞപ്പോ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞല്ലേ, അതല്ലേ സത്യം എന്ന് വെച്ചു. അത് കേട്ടിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓഡിറ്റോറിയത്തിലേക്ക് അവൻ വന്നിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലേക്ക് അവൻ വരുന്ന സമയത്ത് അവനെ അവിടെ വിട്ട് നിങ്ങൾ തീർത്തു. എന്നിട്ട് ആ ബോഡി എവിടെ കൊണ്ടേ മറവ് ചെയ്തു, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സാറേ, എനിക്കറിയില്ല എന്ന്. ഞാൻ അവനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, കിരൺ അവനെ അടിക്കോ ഇടിക്കോ ഒക്കെ ചെയ്തായിരുന്നോ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെ ഞാൻ അവനെ അടിക്കോ ഇടിക്കുകയും ചെയ്തിട്ടില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയണമെന്ന്. ഒരു കാരണവശാലും കൊന്നെന്നുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് നവീൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ കിരണിനും ഉണ്ടായിരുന്നു. പിന്നീട് കിരണിനോട് തിരിച്ചു മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ കിരൺ ഒന്നിനും അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. കാരണം കിരണിനറിയാം തനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതിയാവുള്ളൂ. കല്യാണിയെ കാണണം. കല്യാണി ഈ അവസ്ഥയില് താൻ ഇവിടെ വന്നിരിക്കുന്നത്. കല്യാണിക്കൊരു കുഴപ്പമില്ലായിരുന്നു, തനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും സന്നദ്ധനായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു സാഹചര്യത്തില് അത് പറ്റില്ല. ആ ഒരു ടെൻഷൻ കിരണിന്റെ മുഖത്തുണ്ടായിരുന്നു. ഇതേ സമയത്ത് കാർത്തിക്കും ചന്ദ്രസേനയും ഒക്കെ ടെൻഷനായി. കിരണിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ കല്യാണിയോട് എന്തു പറയും? അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കല്യാണിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ കിരൺ ജയിലിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ മുറിവൊന്നും നോക്കത്തില്ല. ചിലപ്പോ ഇങ്ങോട്ട് പോന്നെന്നിരിക്കും. അത് കിരണിനെ കാണാതിരിക്കാൻ കല്യാണിക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് കിരൺ ഒരിക്കലും ജയിലിൽ പോയി കിടക്കില്ലെന്ന് കല്യാണിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. പിന്നീട് CA ചോദ്യം ചെയ്യുന്നുണ്ട് നവീൻ വക്കീല്. പിന്നീട് നവീൻ വക്കീല് ചോദിക്കുന്നുണ്ട്, അല്ല വേലായുധനാണ് കുറ്റം ചെയ്തെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞേ? പക്ഷെ എങ്കിൽ അയാൾ പറയുന്നു അയാൾ കുറ്റം ചെയ്തിട്ടില്ല, നിങ്ങൾ അടിച്ചതുകൊണ്ട് അയാൾ കുറ്റം ഏറ്റെടുത്താന്നുള്ള കാര്യം. ഇതിനകത്ത് സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ CA പറഞ്ഞു, ഞാൻ അങ്ങനെ അയാളെ തല്ലിയിട്ടൊന്നുമല്ല, അയാൾ ഇങ്ങോട്ടേക്ക് പറയുകയോ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ലല്ലോ. അല്ല, വേലായുധനാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് എന്ത് വെച്ചിട്ടായിരിക്കും തലക്കെട്ട് അടിച്ചിട്ടുണ്ടായിരിക്കാം. തലക്കടിയേറ്റ് മരണം ഉണ്ടായെന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ആയുധം വെച്ചിട്ടാ തലക്കടിച്ചെന്ന് ചോദിച്ചു. ഒരു നിമിഷം CI ഒന്ന് ഞെട്ടി. CIക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒന്നും CIക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് പറയാനായിട്ട് CIക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നവീന് തിരിച്ചും മറിച്ചും കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നവീന്റെ മുന്നിൽ നിന്നിട്ട് CIക്ക് ഉത്തരവില്ലായിരുന്നില്ല. CI വിചാരിച്ചുകൊണ്ടിരുന്ന ഇവനൊക്കെ എന്ത് എന്നുള്ള രീതിയിലായിരുന്നു. ഇവനെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഒരു കാരണവശാലും ഈ പറയുന്ന കിരണിനെ ഒന്നും പുറത്തിറക്കാനായിട്ട് ഇവനെ കൊണ്ട് നവീനെ കൊണ്ട് സാധിക്കില്ല എന്നൊരു ചിന്താഗതിയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നവീൻ മിന്നും പ്രകടനം തന്നെയാണ് കോടതി കാഴ്ചവെക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? CIക്ക് മറുപടി ഇല്ലാതെ പോയി. കിരണിനൊക്കെ സന്തോഷമായി. കാരണം കിരണിനൊക്കെ മനസ്സിലായി നവീനെ രക്ഷിക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. നവീന് തന്റെ മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ പോയിന്റും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് വന്നത്. കാരണം നിസ്സാരമായിട്ടൊരു കാര്യമല്ല ഇത്. ഇന്ന് ഇവരെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന മതിയായ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് അറിയായിരുന്നു. അതോടൊപ്പം തന്നെ കല്യാണി ഈ സാഹചര്യത്തിൽ കിടക്കുമ്പോൾ കിരൺ ഒരു കാരണവശാലും അകത്ത് പോകാനും പാടില്ല. പ്രകാശിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീനോട്. എന്തൊക്കെ വന്നാലും കിരൺ അകത്ത് പോകരുത്. അതിന്റെ പേരിൽ കുറ്റം ഏറ്റെടുക്കാൻ താൻ തയ്യാറാന്നുള്ള കാര്യം. താൻ ജയിലിൽ പോയി കിടന്നോളാം, തനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. ഇനിയിപ്പൊ ആരൊക്കെ ചോദ്യം ചെയ്താലും പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞാൽ മതി, എന്റെ പേര് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുറ്റം അങ്ങോട്ട് ഏറ്റെടുത്തോളാം. വക്കീല് ആ രീതിക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരാൾ കുറ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ അയാളെ ഈസി ആയിട്ട് എങ്ങനെയും രക്ഷപ്പെടുത്താന്നൊക്കെ നവീൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് CIക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് CIക്ക് തെളിയിക്കാനായിട്ട് പറ്റിയില്ല.
വേലുവാണ് തലിക്കടിച്ചെന്നുള്ള കാര്യങ്ങൾ അതിന്റെ CCTV ദൃശ്യങ്ങളോ തെളിവുകളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് 3 പേർക്കുമെതിരെ ആരോപണങ്ങളല്ലാതെ അവർക്ക് 3 പേർക്കെതിരെ ശക്തമായ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഗംഗാപ്രസാദിനെ കൊന്നെന്നുള്ളതിന്റെ. ഒടുവില് കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയാണ്. അതൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല CI. അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ജാമ്യം കിട്ടത്തില്ല, ജയിലിലേക്ക് പോകുന്ന. സ്റ്റെഫിക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സഹിക്കാൻ പറ്റിയില്ല. കാരണം ജാമ്യം ഇല്ലാതെ അകത്ത് കിടക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. പക്ഷെ ഇത് താനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ അല്ലെങ്കിൽ താൻ യുവമാരെ പിടിച്ചിരിക്കും, തന്റെ ഗംഗയെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം പറയും എന്നൊരു വിചാരത്തോടു കൂടിയിട്ടാണ് സ്റ്റെഫി അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം ചന്ദ്രസേനും കാർത്തികയും അവരെല്ലാരും കൂടെ ഒന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എങ്ങനെയാ എന്താവുന്ന. പിന്നെ നവീനാണല്ലോ വാദിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് CI വരുന്നത്. CI വന്നിട്ട് കിരണിനെ നോക്കി. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എന്താ സാറേ, എന്ത് പറ്റി, നിരാശയാണോന്ന് ചോദിച്ചു. എന്തിന്? അല്ല, എന്നെ ജയിലിൽ കൊണ്ട് അടയ്ക്കാത്തന്നെ നിരാശയാണോന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, നീ രക്ഷപ്പെട്ടെന്ന് കരുതൊന്നും വേണ്ട, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ പൂട്ടൂന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, സാറിന് അങ്ങനെ പറ്റുമെങ്കിൽ സാറ് ചെയ്തോ, സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യം സാറ് ചെയ്തോ. അല്ല, ഇത്രയും വലിയ ഇതായിട്ട് സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാർ എന്താ പറഞ്ഞ, എന്നെ നേരെ ജയിലിലേക്ക് വിടുന്നതൊക്കെയല്ലേ പറഞ്ഞത്. ആ സമയത്ത് നവീൻ പറഞ്ഞു, അതെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഗംഗാപ്രസാദിനെ പോലുള്ളൊരു ക്രൂരനായി ഒരുത്തന് തീർത്തന്റെ പേരിൽ ആരും ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. അവരെ കൊന്ന ആരാണെങ്കിലും ശരി, അവർക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ. കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു പറഞ്ഞു. കിരണൊക്കെ പുറത്തിറങ്ങിയത്, ജാമ്യത്തിലിറങ്ങിയത് CIക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ തെളിവുകളൊക്കെ നശിപ്പിക്കും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഇനിയിപ്പൊ കിരണ പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഏതറ്റം വരെയും പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് കല്യാണി കാദംബരിയോട് ചോദിക്കുന്നുണ്ട് കിരണിനെ കുറിച്ചൊക്കെ. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, വരും കല്യാണി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ കല്യാണിക്ക് ടെൻഷനായിരുന്നു. എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നലായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. കാരണം കിരണേട്ടൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കിരണേട്ടൻ അങ്ങനെ മാറിയിരിക്കുന്ന ഒരാളല്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. കാദംബരി സമാധാനിപ്പിച്ചെങ്കിലും അതൊരു ആശ്വാസം ആയില്ല. ഈ സമയത്ത് കിരണിനൊക്കെ ജാമ്യം കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ രൂപയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജാമ്യം കിട്ടിയില്ലോ തന്റെ മോനെ, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കില് ഷാരിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ അകത്ത് കിടക്കണമായിരുന്നു, ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ലായിരുന്നു. അവനെപ്പോലൊരു ദുഷ്ടൻ അകത്ത് കിടക്കേണ്ടവനാണ്. അവൻ തന്റെ ഭർത്താവ്, അവൻ എത്ര ക്രൂരനായിക്കോട്ടെ, അവനെ മൃഗങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത അതൊക്കെ തനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടാണ് അവനിപ്പോ വിലസി നടക്കുന്നത്. അവന് ശിക്ഷ കിട്ടുമായിരുന്നു, തനിക്ക് സന്തോഷമാകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതേ സമയത്ത് ബൈജു കല്യാണിയെ കാണാനായിട്ട് ചെല്ലുന്നേ. അങ്ങനെ കല്യാണിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കല്യാണിയുടെ ബൈജു പറഞ്ഞു, അതെ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ കല്യാണിയെ. എന്താ ബൈജു? അല്ല, ശത്രുക്കളുടെ എണ്ണം ഒക്കെ കുറഞ്ഞല്ലോ, രാഹുലിനെ കഥ കഴിച്ചല്ലോ, പിന്നെ കിരണളയും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇഞ്ചിഞ്ചായിട്ടല്ലേ അവനെ കൊന്നത്, മൃഗങ്ങള് കടിച്ചു കീറുമല്ലേ ചെയ്തേ, ശരിക്കും ആ കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, കിരണേട്ടൻ പറഞ്ഞുള്ള അറിവോ എനിക്കുള്ളെന്ന് പറഞ്ഞു. എന്റെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചാൽ പിന്നെ കിരണളയും വെറുതെ ഇരിക്കില്ലെന്ന കാര്യം നേരത്തെ തന്നെ എനിക്ക് അറിയാവുന്നതായിരുന്നു. അല്ലെങ്കിലും ഇനി ഒരുത്തനും കൂടെ ഉണ്ടല്ലോ ജയിലിൽ കിടക്കുന്നേ, ആ വിക്രം. അവൻ എപ്പോഴാ പുറത്തു വരുന്ന അറിയത്തില്ല. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോന്നെ. അങ്ങനെയാണെങ്കിൽ അവന്റെ ആയിരിക്കും ഇനി അടുത്ത അന്ത്യം സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു. എത്ര പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറത്തില്ലെങ്കിൽ അവന് അനുഭവം കൊണ്ടോ പഠിക്കത്തുള്ളൂ ബൈജു എന്നൊക്കെ കല്യാണി പറയാണ്. പക്ഷെ ബൈജുവിന് സന്തോഷമുള്ള കാര്യമാണ്, രാഹുൽ മരിച്ചല്ലോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇനിയിപ്പോ രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. പിന്നെ ഗംഗാപ്രസാദിന്റെ കാര്യം, അവൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നും ഈ പറയുന്ന ബൈജുവിന് അറിയണ്ടായിരുന്നില്ല. ഗംഗയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ബൈജുവിനോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവനെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ മരിച്ചു കാണുമായിരിക്കും, അവനിട്ട് ആരെങ്കിലും പണി കൊടുത്ത് കാണുമായിരിക്കും എന്നൊക്കെയാണ് ബൈജുവും വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒടുവില് കിരണൊക്കെ പുറത്തിറങ്ങി സന്തോഷത്തോടു കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.